ശ്രുതിയുടെ അമ്മയും കുഞ്ഞും നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവനൊരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. രേവതി ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ജീവൻ രക്ഷിക്കുന്നുണ്ട്. കുട്ടിയുടെ കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം രേവതി അവരെ സച്ചിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാണ്. ഇവൾക്ക് വേറെ പണിയില്ലേ, റോഡിലൂടെ പോകുന്നവരെയൊക്കെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. ഇതെന്താ വല്ല ഹോട്ടലും ആണോ എന്ന് ചോദിച്ച് ചന്ദ്ര രേവതിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ചന്ദ്ര, നീ എന്തിനാ അവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോൾ, ഇവിടെ താമസിക്കുന്നവർക്ക് തന്നെ ഇവിടെ സ്ഥലമില്ല രവിയേട്ട, അതിനിടയിലാണ് ആരെയൊക്കെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ഇതെൻ്റെ വീടാണ് എന്ന് പറയുവാണ് ചന്ദ്ര. ഈ വീട് ഇപ്പോഴും എൻ്റെ അച്ഛൻ്റെ പേരിൽ തന്നെയല്ലേ ഉള്ളത്. നിങ്ങൾ അകത്തേക്ക് കയറി വാ അമ്മേ, ഇവിടെ താമസിച്ച ആരാ ഇറക്കി വിടുവാന്ന് ഞാനൊന്ന് കാണട്ടെ. 2 ദിവസം ഇവിടെ താമസിച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോയാ മതി എന്ന് പറഞ്ഞ് സച്ചി വരുവാണ്. അമ്മ 2 ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ, അവരിവിടെ താമസിച്ചോട്ടെ. ഈ ആന്റി വളരെ നല്ല ആന്റിയാണ്. ഞങ്ങൾ ശ്രുതിയെ തിരക്കി 1 ദിവസം ഇവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവരെ എന്നെ ആശ്വസിപ്പിച്ച് വിട്ടത്. പിന്നെ ഒരു ചെറിയ അവര് നിന്നോട്ടെ എന്നൊക്കെ ശ്രുതിയും പറഞ്ഞപ്പോ ചന്ദ്ര അതിന് സമ്മതം മൂളുകയാണ്. ശരി, നിങ്ങൾ എന്തിനാ എപ്പോഴും ഈ കുട്ടിയുമായി ഒറ്റയ്ക്ക് താമസിക്കുന്നേ? ഇവന്റെ അമ്മയും അച്ഛനൊക്കെ എവിടെ എന്ന് ചന്ദ്ര ചോദിക്കുവാണ്. കുട്ടിയുടെ അമ്മ ദുബായിലാണ് ജോലിയെന്നൊക്കെ അവര് കള്ളം പറയുന്നുണ്ട്. ശരിക്കും ഇവന് അമ്മയും അച്ഛനൊക്കെ ഉണ്ടോ, അതോ അവൾ ഓടിപ്പോയോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് ശ്രുതിയാകെ വല്ലാതായി നിൽക്കുവാണ്. രാത്രിയായപ്പോൾ എല്ലാവരും ഉറങ്ങിയ ടൈമിൽ ആ കുട്ടി വന്ന് ശ്രുതിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്താ അമ്മേ എന്നോട് സംസാരിക്കാത്തത്? ഞാൻ എത്ര നേരമായി ഇവിടേക്ക് വന്നിട്ട്, ഒരു വാക്ക് പോലും അമ്മ എന്നോട് മിണ്ടിയില്ലല്ലോ എന്നൊക്കെ കുട്ടി ശ്രുതിയോട് ചോദിക്കുവാണ്. അത് കേട്ട് ചന്ദ്ര ഞെട്ടിയുണർന്ന് ലൈറ്റിട്ട് നോക്കുവാണ്. ഈ കുട്ടി എന്തിനാ പാതിരാത്രി നിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നേ? നിന്നെ അമ്മാന്നൊക്കെ വിളിക്കുന്ന കേട്ടല്ലോ. ഇവര് നിന്റെ ആരാണ് എന്നൊക്കെ ചന്ദ്ര ശ്രുതിയോട് ചോദിച്ച് ബഹളുണ്ടാക്കുവാണ്. ഇല്ല ആന്റി, എനിക്കറിയില്ല ഈ കുട്ടിയെ. ഈ കുഞ്ഞിന് ആളു മാറിയതാവും. ചിലപ്പോ അവന്റെ അമ്മയാണെന്ന് എന്നെ കണ്ട് തെറ്റിദ്ധരിച്ചതാവും. പിന്നെ ചെറിയ കുട്ടിയല്ലേ, അവന് സ്ഥലകാല ബോധമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുവാണ് ശ്രുതി. അങ്ങനെ വല്ലവന്റെയും കുട്ടി വന്ന് എൻ്റെ മരുമകളെ അമ്മാന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ മകൻ്റെ കുഞ്ഞു വേണം നിന്നെ അമ്മാന്ന് വിളിക്കേണ്ടത്. എടാ, ഇനി മേലിലെങ്ങാനും ശ്രുതിയെ അമ്മാന്ന് വിളിച്ചു പോവരുത് എന്ന് പറഞ്ഞ് ചന്ദ്ര കുട്ടിയെ ശ്വാസിക്കുകയാണ്. അതൊക്കെ കണ്ട് സച്ചി വന്ന്, രേവതി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ശ്രുതി തന്നെയാണ് ഈ കുട്ടിയുടെ അമ്മ. അല്ലാതെ കുട്ടി ഇത്ര അടുപ്പത്തില് അവരുടെ അടുത്ത് ചെന്ന് അമ്മാന്ന് വിളിക്കില്ലല്ലോ. ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞതല്ലേ ഇവള് തന്നെ ഫ്രോഡാണെന്ന്, നീ വിശ്വസിച്ചില്ലല്ലോ എന്നൊക്കെ പറയുവാണ് സച്ചി. സച്ചിയേട്ടാ, തെളിവുകളില്ലാതെ ഒരാളെ പറ്റി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഈ കുട്ടി ശ്രുതിയുടേതാണെന്ന് തെളിയിക്കുന്ന വല്ല തെളിവും സച്ചിയേട്ടൻ്റെ അടുത്തുണ്ടോ? അതുവരെ മിണ്ടാതിരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ രേവതി സച്ചിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അടുത്ത ദിവസം സച്ചിയും രേവതിയും ആ സ്ത്രീയുടെ ബാഗ് ആരും കാണാതെ എടുത്ത് പരിശോധിക്കുവാണ്. രേവതി എല്ലാ ബാഗും ശരിക്കും നോക്ക്, ഈ അവസരം പിന്നെ ഒരിക്കലും കിട്ടില്ല. ഈ സ്ത്രീ ഇതുവരെ സ്വന്തം മകളുടെ പേരോ ഫോട്ടോ പോലും നമ്മളെ കാണിച്ചിട്ടില്ലല്ലോ രേവതി. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നു പറഞ്ഞ് സച്ചി ആ ബാഗൊക്കെ ചെക്ക് ചെയ്യുവാണ്. അവസാനം രേവതിക്ക് ശ്രുതിയുടെ മാരേജ് ഫോട്ടോ ആ ബാഗിൽ നിന്ന് ലഭിക്കുവാണ്. ദേ നോക്ക് സച്ചിയേട്ടാ, ഇത് നമ്മുടെ ശ്രുതിയല്ലേ? കൂടെയുള്ളത് നിങ്ങളുടെ ഏട്ടനൊന്നുമല്ല, നമ്മുടെ ശ്രുതി മറ്റാരുടെയോ ഭാര്യയായിരുന്നു എന്ന് പറഞ്ഞ രേവതി ആ ഫോട്ടോ സച്ചിക്ക് കാണിച്ചു കൊടുക്കുവാണ്. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ രേവതി, എന്റെ സംശയം ശരിയായിരുന്നെന്ന്? ഇവള് പഠിച്ച കള്ളിയാണ്. സ്വന്തം ഭർത്താവിനെയും കുട്ടിയെ ഉപേക്ഷിച്ചാണ് ഇവള് ഇവിടെ വന്ന് അഭിനയിക്കുന്നത്. നീ വാ എന്ന് പറഞ്ഞ് ആ ഫോട്ടോയുമായി ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മയുടെ മൂത്ത മരുമകളിലെ ദേ വിവാഹ ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ദേ കണ്ടു നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയ് എന്ന് പറഞ്ഞ് സച്ചി അത് നീട്ടിയപ്പോ, എടാ, അത് നീ എന്നെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ മോൻ ശ്രുതിയുടെയും എൻ്റെ മരുമകൾ ശ്രുതിയുടെയും വിവാഹ ഫോട്ടോ ഞാൻ നേരത്തെ കണ്ടതാണ്. നീ നിന്റെ ജോലി നോക്ക് എന്ന് പറയുവാണ് ചന്ദ്ര. അമ്മയുടെ മൂത്ത മകൻ്റെ ഫോട്ടോയല്ല ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവരുടെ കല്യാണം നേരത്തെ ഒരു പ്രാവശ്യം കഴിഞ്ഞതാണ്. ദേ അമ്മയുടെ മരുമകളാ ഈ ഫോട്ടോയിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് സച്ചി ആ ഫോട്ടോ ചന്ദ്രയ്ക്ക് കാണിച്ചു കൊടുക്കുവാണ്. പിന്നീട് ശ്രീകാന്തും ശ്രുതിയും വർഷയും രവിയേട്ടനൊക്കെ അങ്ങോട്ടേക്ക് വന്ന സമയത്ത് സച്ചി അവരെ കൂടി കാണിച്ചു കൊടുക്കുവാണ്. എടി ദ്രോഹി,
നീ എൻ്റെ മോനെ വഞ്ചിക്കുമായിരുന്നു അല്ലടി എന്ന് ചോദിച്ച് ചന്ദ്ര ശ്രുതിക്ക് നേരെ കയ്യോങ്ങുവാണ്. ഇല്ല ആൻറ്റി, ഇത് സച്ചി എഡിറ്റ് ചെയ്തുണ്ടാക്കിയ ഫോട്ടോ പോലുണ്ട്. എന്നെ ആൻറ്റിയും തമ്മിലടിപ്പിച്ച് അവർക്ക് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു ഫോട്ടോ ഉണ്ടാക്കാനാണോ ബുദ്ധിമുട്ട്? ആൻറ്റി ഈ ലോകത്തൊന്നും അല്ല ജീവിക്കുന്നത്. നിങ്ങൾ ആരും ഇത് വിശ്വസിക്കരുത് എന്ന് പറയുവാണ് ശ്രുതി. അല്ലമ്മേ, ശ്രുതിയുടെ അമ്മ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഈ സ്ത്രീ തന്നെയാണ്. ഈ കാണുന്ന കുട്ടിയിലെ അത് ഇവളുടേതാണ്. ഇവരുടെ ബാഗിൽ നിന്നാണ് എനിക്ക് ഈ ഫോട്ടോ കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് അമ്മേ സത്യം എന്ന് പറഞ്ഞ് രേവതി വരുവാണ്. ചന്ദ്രേ, രേവതി മോൾ ഒരിക്കലും കള്ളം പറയാറില്ല. അതൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ശ്രുതിയുടെ കുട്ടി തന്നെ ആയിരിക്കും ഇത്. ഈ ഫോട്ടോയിലുള്ളത് നിന്റെ ആദ്യ ഭർത്താവാണോ ശ്രുതി? പിന്നെ എന്തിനായിരുന്നു ഞങ്ങളുടെ കുടുംബം തകർക്കാനായി ഇങ്ങോട്ട് വന്ന് കയറിയത് എന്ന് ചോദിച്ച് രവീന്ദ്രൻ ദേഷ്യപ്പെടുവാണ്. അല്ല അങ്കിൾ, ഈ സ്ത്രീയെ എനിക്കറിയാ പോലുമില്ല. പിന്നെ ഇതെങ്ങനെ എൻ്റെ കുട്ടിയാവും? ഇതേ സച്ചിയുടെയും രേവതിയുടെയും ബുദ്ധിയാണ്. എന്നെ ഈ കുടുംബത്തിൽ നിന്ന് ചാടിക്കാനുള്ള ശ്രമമാണ്. എഡിറ്റ് ചെയ്ത ഫോട്ടോ കണ്ട് ആൻറ്റിയും അങ്കിളും എന്നെ തെറ്റിദ്ധരിക്കില്ലേ? പിന്നെ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യും. സച്ചിക്കും രേവതിക്കും യാതൊരു ശല്യമില്ലാതെ സുഖമായിട്ട് ജീവിക്കാലോ. ഇതാരും വിശ്വസിക്കരുത്. പിന്നീട് ശ്രുതി കരയുന്നതായി അഭിനയിച്ചുകൊണ്ട് തൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരുവാണ്. നിങ്ങൾക്ക് എന്നെ അറിയാമോ? ഞാനായിരുന്നോ നിങ്ങളുടെ മകള് എന്നൊക്കെ സ്വന്തം അമ്മയോട് ശ്രുതി. സത്യം പറഞ്ഞ എൻ്റെ മോളുടെ കുടുംബജീവിതമാണ് ഇതോടെ തകരാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കേണ്ടത് എൻ്റെ മകളുടെ ഭാഗത്താണ്. രേവതിയും സച്ചിയൊക്കെ എനിക്ക് അന്യര് തന്നെയാണ് എന്നൊക്കെ മനസ്സിൽ തീരുമാനിച്ച് അവര് ചന്ദ്രയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിയെ എനിക്കറിയില്ലെന്നും ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എന്നൊക്കെ അവര് ചന്ദ്രയുടെ അടുത്ത് കള്ളം പറയുന്നുണ്ട്. അത് കേട്ട് ശ്രുതിക്ക് ഒരുപാട് സന്തോഷാവുകയാണ്. അല്ലെങ്കിലും നീ ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാവുന്നതല്ലേ ശ്രുതി? ഏതോ ഒരുത്തൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ട് വന്ന് എന്നെ പറ്റിക്കുന്നോടാ സച്ചി. ശ്രുതിയുടെ ആദ്യ ഭർത്താവാണ് പോലും. ഇറക്കി വിടാമേ ഈ സച്ചിയെയും രേവതിയെയും. എൻ്റെ കുടുംബജീവിതം തകർക്കാൻ നോക്കിയവനാണ്. ഈ തെറ്റിന് ഇവർക്ക് ശിക്ഷ കൊടുത്തേ പറ്റൂ. ഇനി ഈ വീട്ടിൽ ഇവരെ നിർത്താൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവർക്ക് ധൈര്യം വന്നില്ലേ? നാളെ ഇവൻ എന്നെപ്പറ്റി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും എന്ന് ചോദിച്ച് സച്ചി ദേഷ്യപ്പെടുവാണ്. സമാധാനപ്പെടു ശ്രുതി. ഇത് സച്ചി ഉണ്ടാക്കിയ ഫേക്ക് ഫോട്ടോ ആണെങ്കിൽ അത് തെളിയിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. ഇവനും ഇവൻ്റെ ഭാര്യയും പിന്നെ ഈ വീട്ടില് ഇനി മുതൽ ഉണ്ടാവില്ല. മറിച്ച് സത്യമാണ് ഇവർ പറഞ്ഞതെങ്കിൽ ഈ ചന്ദ്ര ആരാണെന്ന് നിന്റെ ഭാര്യ ശ്രുതി അറിയാൻ പോകുന്നേയുള്ളൂ എന്ന് ചന്ദ്ര ശ്രുതിയുടെ അമ്മയുടെ നേർക്ക് വരുവാണ്. ശേഷം അവരുടെ മുഖത്ത് 2 അടി കൊടുക്കുവാണ് ചന്ദ്ര. അത് കണ്ട് ശ്രുതി ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. ശ്രുതിയുടെ അമ്മയുടെ മുടിക്ക് പിടിച്ച്, എടി സത്യം പറയടി, ഈ നിൽക്കുന്ന എൻ്റെ മരുമകള് നിന്റെ സ്വന്തം മകളാണോ? ഈ ഫോട്ടോയിലുള്ളത് ആരാടി എന്ന് ചോദിച്ച് അവരെ പൊതിരെ തല്ലുവാണ്. ആ സ്ത്രീ എന്നിട്ടും സത്യം പറയാൻ തയ്യാറായില്ല. ആന്റി വേണ്ട, അവര് പാവം, അവരെ വിട്ടേക്ക്, എന്തിനാ അവരിങ്ങനെ ഉപദ്രവിക്കുന്നേ എന്ന് ചോദിച്ച് ശ്രുതി വരുവാണ്. ഇവര് നിന്റെ അമ്മയല്ലല്ലോ ശ്രുതി, പിന്നെ നീ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്? ഇവരൊക്കെ പഠിച്ച കള്ളികളാ മോളെ, ഇവരോടൊക്കെ ഇങ്ങനെ വേണം സംസാരിക്കാൻ എന്ന് പറഞ്ഞ് ചന്ദ്ര അവരെ വീണ്ടും അടിക്കാനായി കൈ ഓങ്ങുവാണ്. എന്നാൽ അദ്ദേഹം വന്ന ശ്രുതി ചന്ദ്രയുടെ കൈ ബലമായി പിടിച്ച് അവരെ തല്ലാൻ സമ്മതിച്ചില്ല. ആന്റി മതി, ഇനി അവരെ അടിക്കല്ലേ. അവര് വയസ്സായൊരു സ്ത്രീയല്ലേ. സത്യം ഞാൻ പറയാം, ഇതെന്റെ അമ്മ തന്നെയാണ്. ഈ നിൽക്കുന്നത് എൻ്റെ സ്വന്തം കുട്ടിയാ. പിന്നെ സച്ചി കാണിച്ച ഫോട്ടോയിലുള്ളത് എൻ്റെ ആദ്യ ഭർത്താവ് തന്നെയാണ്. അദ്ദേഹം മരിച്ചുപോയി വർഷങ്ങളായി പോയിച്ചിട്ട്. അതിനുശേഷമാണ് ഞാൻ നിങ്ങളുടെ മകൻ സുധിയെ കല്യാണം കഴിച്ചത്. ആന്റി എന്നോട് ക്ഷമിച്ചേ പറ്റൂ. ഇതൊക്കെ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആന്റി സുധിയുമായുള്ള ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നോ? ഇല്ലല്ലോ. അതുകൊണ്ടാ ഞാൻ ഇതൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുവാണ് ശ്രുതി. എടി, നിന്നോട് ഇതിനു മാത്രം ഞാൻ എന്ത് തെറ്റാടി ചെയ്തേ? എന്റെ ലൈഫില് നീലിമാന്നു പറയുന്ന ഒരു പെണ്ണ് വന്നതും അവൾ ഇറങ്ങിപ്പോയ കഥയൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? എന്നിട്ടും നിന്റെ ലൈഫില് ഇത്രയും സംഭവിച്ചിട്ടും നീ എന്നോട് അതൊക്കെ മറച്ചു വെച്ചു. ഇത് ഞാൻ ഒരിക്കലും പൊറുക്കില്ലമ്മേ. അവളെ ഈ നിമിഷം തന്നെ പുറത്താക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് ശ്രുതി ആഞ്ഞൊരടി കൊടുക്കുവാണ് ശ്രുതി. നീയല്ല, ഞാനാ ഇവളെ തല്ലി കൊല്ലേണ്ടത്. കാരണം ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളായി പോയില്ലേ ഇവള്. ഇനി നാട്ടുകാരുടെയും സ്വന്തക്കാരുടെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? എടി, നിന്റെ അമ്മ ഈ നിമിഷം ഇറങ്ങി പൊക്കോണം. രവിയേട്ടാ, ഇവളെ പുറത്താക്കി വാതിലടയ്ക്ക് എന്നൊക്കെ ചന്ദ്ര കൽപ്പിക്കുവാണ്.
സ്വന്തം കുഞ്ഞിനെ പോലും കളഞ്ഞിട്ടാ സുധി ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വന്നത്. അങ്ങനെയുള്ള എൻ്റെ സ്നേഹം നീ മനസ്സിലാക്കിയേ പറ്റൂ. നീ എന്നെ ഇറക്കി വിട്ടേക്കരുത് എന്നു പറഞ്ഞ് ശ്രുതിയുടെ കാല് പിടിച്ച് കരയുവാണ്. മോളെ ശ്രുതി, നീ ഈ കുടുംബത്തോട് ചെയ്തത് ആരും ചെയ്യാത്ത കാര്യമാണ്, പൊറുക്കാനാവാത്ത തെറ്റ്. എൻ്റെ മോൻ ശ്രുതി ഒരു കംപ്ലൈൻറ്റ് കൊടുത്താ നീ പിന്നെ ജയിലിൽ കിടക്കേണ്ടി വരും. ഇനിയെങ്കിലും മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്ന ഈ സ്വഭാവം അത് അവസാനിപ്പിക്കാൻ നോക്ക് എന്നൊക്കെ രവിയേട്ടൻ ശ്രുതിയെ ഉപദേശിക്കുന്നുണ്ട്. അതൊന്നും നിർത്താൻ പറ്റില്ല അച്ഛാ, അതൊക്കെ ഇവളുടെ രക്തത്തിൽ പണ്ടേ ഉള്ളതല്ലേ. ഇങ്ങനെയുള്ള ഫ്രോഡുകളെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നതാ നല്ലത്. കുടുംബത്ത് കയറ്റാൻ കൊള്ളില്ല. എടാ ശ്രുതി, നീ ഒരു ചീറ്റിംഗ് കേസ് കൊടുക്ക്. എന്നിട്ട് നല്ലൊരു നഷ്ടപരിഹാരം വാങ്ങിച്ച് ഇവളെ അങ്ങ് ഇറക്കി വിടാൻ നോക്ക്. ഇനി അത്രയേ ഉള്ളൂ ഇതിനൊരു പരിഹാരം. പാർലറമ്മ ഇത്രയും നല്ലൊരു നടിയാണെന്ന് ഞങ്ങളിപ്പോഴാ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞ് സച്ചി ചിരിക്കുവാണ്. എന്നാലും ശ്രുതിയുടെ അമ്മയ്ക്ക് സച്ചേട്ടനും എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു, എന്നിട്ട് കുറച്ചെങ്കിലും നന്ദി ഞങ്ങളോട് കാണിച്ചോ? അതെങ്ങനെയാ? ശ്രുതിയുടെ അമ്മയല്ലേ നിങ്ങള്? ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് സത്യം പറയാറുന്നില്ലേ? നേരത്തെ സത്യങ്ങളൊക്കെ ഞങ്ങളോടെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് ഞങ്ങളെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേനെ എന്നൊക്കെ പറയുവാണ് രേവതി. എൻ്റെ മോളെ പേടിച്ചാ ഞാൻ ഇത്രയും കാലം എല്ലാം മറച്ചു വെച്ചത്. സച്ചിൻ രേവതിയും എന്നോട് ക്ഷമിക്കണം. ചന്ദ്രമതി അമ്മ, എൻ്റെ മോളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത്. ശ്രുതിയുടെ ഭാര്യയായി ഇവൾ ഇനി ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ശ്രുതിയുടെ ഭർത്താവെന്ന് പറയുന്നയാള് മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇനിയുള്ളത് ഈ കുഞ്ഞ് മാത്രമാണ്. ഇവനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് പോകാൻ വന്നതാ ഞാൻ. ഇനി എനിക്ക് ധൈര്യമായിട്ട് മരിക്കാലോ. അതുകൊണ്ട് ചന്ദ്രമതി അമ്മ പുറത്ത് ഈ കുട്ടിയെ സ്വന്തം പേരക്കുട്ടിയായി അംഗീകരിക്കണം എന്നൊക്കെ ആ സ്ത്രീ കരഞ്ഞു പറയുന്നുണ്ട്. ഇവൻ എൻ്റെ പേരക്കുട്ടിയായി ഞാൻ അംഗീകരിക്കണം അല്ലേടി? വിളിച്ചുകൊണ്ട് പോടി നിന്റെ മോളെ. ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. എടാ ശ്രുതി, നിനക്ക് ജനിക്കുന്ന കുഞ്ഞ് മാത്രമായിരിക്കും എൻ്റെ പേരക്കുട്ടി. ഇവരെ 3 പേരെയും പുറത്താക്കി കഥ കടയ്ക്ക് എന്നൊക്കെ ചന്ദ്ര കൽപ്പിച്ചപ്പോൾ ശ്രുതി വന്ന് ശ്രുതിയെയും കുടുംബത്തെയും തെരുവിലേക്ക് ഇറക്കി വിട്ട് വാതിലടയ്ക്കുവാണ്.